ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാം. വളരെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ മൺചട്ടിയിലാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത്. ആദ്യം ഒരു കപ്പ് ചേന കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രക്കായാണ്. ഒരു കപ്പ് നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി പൂർണ്ണമായിട്ട് നമ്മൾ കളയുന്നില്ല, ആ പച്ച ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3 വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും 2 വെജിറ്റബിൾസ് ഉള്ളെങ്കിലും നമുക്ക് ഈ കൂട്ടുകറി തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില കൂടി ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിവിടെ വെജിറ്റബിൾസിൻ്റെ ആ ലെവലിൽ നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം വേവ് കൂടുതലുള്ളത് ചേനയ്ക്ക് മാത്രമാണ് കേട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം വെന്തങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു വറവിൽ തയ്യാറാക്കിയെടുക്കണം. ഞാനിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് കേട്ടോ. ഉഴുന്നുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉഴുന്നിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒരുപാടങ്ങ് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് തേങ്ങ ചിരവത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അത്യാവശ്യം കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഇതിൽ കുറച്ച് അരപ്പ് തയ്യാറാക്കാനുള്ളതാണ്. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, അരപ്പ് തയ്യാറാക്കാനായിട്ട്. ഏകദേശം 1/4 കപ്പോളം ഞാനെടുത്ത് മാറ്റുകയാണ്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം കേട്ടോ. കുരുമുളക് പൊടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ. ഒരുപാട് അങ്ങ് ഓവറായിട്ട് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ റോസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അരയ്ക്കാൻ പാകത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഇതൊരു അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താലും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേവുള്ള വെജിറ്റബിൾ ചേനയാണല്ലോ. അപ്പോൾ ഒരു പീസ് ചേന എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചേന നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായതിനു ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കുക്ക് ചെയ്തെടുത്തതാണ്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത അതേ അളവിന് തന്നെ കടലയും എടുത്തിട്ടുണ്ട്. ഇനി കടല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കടല കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കടല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാർ കഴുകി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അധികമാകാനും പാടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂണിന് പകരം 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കൂട്ടുകറി ആകുമ്പോൾ ചെറിയൊരു മധുരം കാണും. ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. അരപ്പൊക്കെ തിളച്ചിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് തിക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഒരുമാതിരി നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്.
അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കൂട്ടുകറിയിലെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഉടനെ ഇളക്കുന്നില്ല കേട്ടോ. മുകളിലൊന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വറുത്ത തേങ്ങയോട് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എത്രത്തോളം വറുത്ത തേങ്ങ കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആവി പറക്കുന്നുണ്ട്. ഇതൊന്നുകൂടി തണുക്കുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വെജിറ്റബിൾസ് ഒന്നും അധികം ഉടയാതെ തന്നെ നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.